ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റെഹാസ് വേൾഡ് ബൈ റെഹ മഹ്ഷിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ എണീറ്റിട്ട് പുറത്തേക്ക് നോക്കിയപ്പോൾ തന്നെ ഭയങ്കര മഴയായിരുന്നു കേട്ടോ. പുറത്ത് പെരും മഴയായിരുന്നു. ഇപ്പം ഞാൻ വോയിസ് ഓവർ ചെയ്യുമ്പോഴും ഭയങ്കര മഴയായിട്ടോ. ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നത് നെക്സ്റ്റ് ഡേ ആണ് ബട്ട് ഇപ്പോൾ നല്ല മഴയാണ്. അപ്പോൾ നമ്മൾ മഴ ആയപ്പോൾ മുമ്പിൽ വന്നിരുന്നപ്പോൾ കൈസ് ഈ മുമ്പത്തെ കാടും മഴയ്ക്ക് ഭയങ്കര ഒരു വ്യൂ ആണ് കേട്ടോ. ഈ ഒരു മരങ്ങളിൽ മഴ പെയ്യുമ്പോൾ ഭയങ്കര രസമാണ് കാണാൻ കേട്ടോ. നടുവിലൊരു റോഡുണ്ടാവും. അപ്പോൾ അത് മഴയൊക്കെ നമ്മളിങ്ങനെ കണ്ടിട്ടിരിക്കുകയാണ്. കണ്ടു നിൽക്കാൻ നല്ല സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ അതിനിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങളവിടേക്ക് മഴ ഉണ്ടോ ഗൈസ് കമൻറ്റ് ചെയ്യുക കേട്ടോ, കമൻറ്റ് ബിലോ. അപ്പോൾ എൻ്റെ വിശേഷമൊക്കെ സുഖമല്ലേ എന്നൊക്കെ, അതായത് സേഫല്ലേ എന്നൊക്കെ അറിയിക്കണേ. അങ്ങനെ പിന്നെ വൈകുന്നേരമായപ്പോൾ ഞങ്ങൾ മഴയൊക്കെ നിന്നപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു ഗൈസ്, പിന്നീട് നമ്മളെ വീടിൻ്റെ അടുത്ത് കുറച്ചൊക്കെ പോയാൽ വേങ്ങര സഭാ സ്ക്വയർ ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് പോയതാണ്. അപ്പോൾ അങ്ങോട്ട് പോയി. അപ്പോൾ അവിടുത്തെ ഓരോ കാഴ്ചകളാണിത്. അവിടെ കിഡ്സിനായിട്ടുള്ളൊരു ഫ്രീ പാർക്കുമുണ്ട്. പിന്നെ ഒരുപാട് നമ്മൾ ഫുഡ് കഴിക്കുള്ള കഫേ, റെസ്റ്റോറൻറ്റ് ആ ഒരു ടൈപ്പാണ്. പിന്നെ ഗൈസ് ഇവിടെ ഞാൻ ഇങ്ങോട്ട് പോയി നോക്കിയപ്പോൾ ഇതൊരു തരം മുളയാണ് ഗൈസ്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഈ ചെടി. ഇത് ഞാൻ അമ്മച്ചിയോട് പറയും ഇത് വീട്ടിൽ വെക്കണം അങ്ങനെയൊക്കെ പറയും. കാരണം ഇവിടുന്ന് ഫോട്ടോ എടുത്താൽ പിന്നെ ഒന്നും വേണ്ട, അമ്മായി ഒരു ആംബിയൻസ് നല്ല രസമായിട്ട് ഇവിടെ കാണാൻ ഈ മുള. പിന്നെ ഇവിടെ കുറേ പൂക്കളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളതിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. അപ്പോൾ ഞാൻ അങ്ങനെ അപ്പുറത്തൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടെ വലിയ ആളുകളൊന്നുമില്ല, ചില ആളുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിന്ന് പിന്നെ മുടിയിലും ഒക്കെ അലങ്കാരപ്പണികളൊക്കെ വെറും സിമ്പിളാണ് ബട്ട് ഫുൾ റെഡാണ്. അപ്പോൾ ഞാൻ റെഡിലൊക്കെ മുഴുകിയിട്ടുണ്ട്. അങ്ങനത്തെ ഇവിടെ വരുമ്പോൾ നമ്മൾക്കായി സ്വാഗതം ചെയ്യുന്ന പോലെ ഒരു പെൻഗ്വിൻ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അത് വേസ്റ്റ് ബിന്നാണ്. അപ്പോൾ പെൻഗ്വിൻ അവിടെ നിൽക്കുന്നുണ്ട് ഗൈസ്. പിന്നെ ഇതാണ് ഇവിടെ ഒരു പ്ലേ ഗ്രൗണ്ടാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യാണ്, ഇവിടെ ഇതുണ്ടോ ഈ പൂക്കളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഫോട്ടോ എടുത്താൽ മതിയല്ലോ, കാരണം അതിൻ്റെ ആവശ്യം ഇവിടെ ഇല്ലു കണ്ടോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇവിടെ നിന്നിട്ട് ഫോട്ടോ എടുക്കുക എന്നാണ് ഈ പറയണത്. അങ്ങനെ ഫോട്ടോ എടുക്കലും ഒക്കെ നടക്കുകയാണ്. ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം അങ്ങോട്ട് ഇങ്ങനെ നടന്ന് പോവുക കേട്ടോ. അപ്പോൾ അവിടെ പർപ്പിൾ പൂക്കളാൽ നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പേർപ്പിളിഷ് ആ ഒരു ഫ്ലവറിൻ്റെ അവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ ഭയങ്കര ക്യൂട്ടായിരുന്നു കേട്ടോ. നല്ല സൂപ്പറായിരുന്നു. അപ്പോൾ അവിടെ ഇങ്ങനെ നടക്കുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജിയാണ്. അപ്പോൾ അതിലിങ്ങനെ നടന്ന് പോവട്ടെ ഞാൻ ഇതിലൂടെ. അപ്പോൾ ഗൈസ് അവിടെ ഒരു റെയിൻബോ മതിലുണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ട് നമുക്ക് ഇങ്ങനെ ഇരിക്കാം. ഞാൻ എന്തൊക്കെ കോപ്രായങ്ങൾ കാണിക്കുന്നുണ്ട്, അന്ന് മെയിൻ്റെ ആക്കണ്ട കേട്ടോ. അപ്പോൾ അവിടെയാണ് നമ്മുടെ ബോക്ക ചിക്കൻ ഉള്ളത്. അതൊരു റെസ്റ്റോറൻറ്റ് പോലെയാണ്. പിന്നെ ഞാൻ പറഞ്ഞു പാർക്ക് പോവാന്ന്. എനിക്ക് പെൺകുട്ടികളൊന്നും മാറിയിട്ടില്ല. അപ്പോൾ നമ്മൾ പാർക്ക് പോയി ഗൈസ്. അപ്പോൾ പാർക്കിൽ ഇത് ഫ്രീ ആട്ടോ പാർക്ക്. അപ്പോൾ ഞാൻ അതിലൊക്കെ പോയിട്ട് കയറുന്നുണ്ട്. അങ്ങനെ ഇവിടെ പിന്നെ അധികം കുറേ പാർക്സ് അങ്ങനെയൊന്നുമില്ല, കുറേ റൈഡ്സൊന്നുമില്ല. ഐ മീൻ ഈ കുറച്ച് സ്ലൈഡ്സും ഒരു 2-3 സ്വിങ്സും പിന്നെ എന്ത് പിടിച്ച് കയറുന്ന ആ സംഭവമൊക്കെ ഉണ്ട്. അതൊക്കെ മതി എനിക്ക് കളിക്കാൻ. അപ്പം ഞാൻ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ കളിക്കാട്ടോ ഗൈസ്. കളിക്കാൻ ഭയങ്കര രസമാണ്. എനിക്കിങ്ങനെ കീനൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ. അങ്ങനെ ഞാൻ ഈ പാൻ്റ് കൊണ്ട് നീങ്ങാനിട്ട് അങ്ങനെ വലിച്ചിട്ട് ഇങ്ങനെ നീക്കിപ്പിക്കുക കേട്ടോ. അങ്ങനെ ഇതാണ് നമ്മൾ താഴത്തെ വ്യൂ. അത് ഗൈസ് നല്ല പച്ചപ്പ് നിറഞ്ഞ് ഇത് പുല്ലല്ല ഗൈസ്, ആ മാറ്റാട്ടോ. അങ്ങനെ ഞങ്ങളിതെല്ലാവരും കൂടി ഒരാൾ ഇതിലൂടെ കഴിഞ്ഞപ്പോൾ ഒരാളിവിടെ, ഞാനതിൻ്റെ ബാക്കിലൂടെ അങ്ങനെ നമ്മൾ ബ്ലോക്കുള്ള പോലെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവിടെ ഇറങ്ങി. അങ്ങനെ പിന്നെ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ സ്ലൈഡ് ഇങ്ങനെ മടുത്തപ്പോൾ ഞാൻ കുറച്ച് ഊഞ്ഞാലാടിയും. പിന്നെ ഇവിടെ സീസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ ഊഞ്ഞാലാടിയിരുന്നു. ഊഞ്ഞാലാടുമ്പോൾ ഞാൻ ഇങ്ങനെ ഉയരത്തിൽ പോകാൻ നോക്കുകയാണ്. അങ്ങനെ ഊഞ്ഞാലൊക്കെ ആടുകയാണ്. അപ്പം ഞാൻ നിങ്ങളെ കണ്ടോ, നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരികയാണ് ഞാൻ ഇങ്ങനെ ആടുന്നതെന്ന്.
അങ്ങനെ ഗായ്സ് ഇവിടെ യെല്ലോ സ്ലൈഡ് ഉണ്ട്, 2 ബ്ലൂ സ്ലൈഡ് ഉണ്ട്. ഒരു കുട്ടിക്ക് ആടാൻ സീസോയിൽ ആക്കാൻ വേറെ ആൾ കഴിഞ്ഞിട്ട് ഉമ്മമ്മ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അവളെ. പിന്നെ ദേ ഇവിടെ ഞാൻ ഏന്തി പിടിച്ച് കയറുന്നിട്ട് ഇതിന്മേലിട്ടിട്ട് തൂങ്ങാൻ നോക്കുകയാണ്. ഫസ്റ്റൊക്കെ എനിക്ക് ചെറിയൊരു പേടി വന്നു, പിന്നെ ഞാൻ ഓക്കെ ആ ഒരു മൈൻഡായി. അപ്പോൾ പിന്നെ ഞാൻ വേഗം ആദ്യമേ പിടിച്ചിട്ടൊന്ന് ഇതാക്കാൻ നോക്കുകയാണ് ഗൈസ്. ബട്ട് ആ ടൈമിൽ എനിക്ക് ഭയങ്കര പേടിയുണ്ട്, അതുകൊണ്ട് ഞാൻ അത്ര അങ്ങോട്ടായില്ല. പിന്നീട് ഞാനത് പഠിച്ച് ഞാൻ പിന്നെ താഴത്തോട്ട് ഇരുന്നിട്ടാണ് ചെയ്തത്. പിന്നെ ഞാൻ അയിമക്കളുണ്ട് ഏന്തി പിടിച്ചിട്ട് അങ്ങനെ ചെയ്തു ഗൈസ്. അങ്ങനെ ഏന്തി ഞാൻ പണ്ടേ ഒരു മരം കയറിയാണ്, അതുകൊണ്ട് ഇത് മരം കയറി പോലെയാണ് ഞാൻ. ബട്ട് ഇതെന്തോ ഞാൻ കുറച്ച് കാലത്തിന് ശേഷം ആക്കണോണ്ട് ഒരു പേടി. ഓക്കെ പിന്നെ ഇങ്ങനെ ഓരോന്നിലൊക്കെ ട്രൈ ചെയ്തിട്ട് ഇങ്ങനെ കയറുന്നുണ്ട്. അങ്ങനെ ഞാൻ അതിന്മേൽ തൂങ്ങി ഏന്തി പിടിച്ച് മാന്തി പിടിച്ച് കുരങ്ങിൻ്റെ പോലെ, സോറി ഗൈസ് കുരങ്ങനല്ല മങ്കി, അങ്ങനെ പറയുമ്പോൾ സ്റ്റാൻഡേർഡുള്ളൂ, മങ്കി തൂങ്ങി പിടിച്ച് കയറുന്ന പോലെയാണ് ഞാനിങ്ങനെ തൂങ്ങി പിടിച്ച് കയറുന്നത്. അപ്പോൾ അതൊക്കെ നല്ല സൂപ്പറായിരുന്നു. അങ്ങനെ ഒരുപാട് നേരം ഞാൻ അവിടെ ഇങ്ങനെ പിടിച്ച് കയറലും കീയലും ആടലും അങ്ങനെ. പിന്നെ കുഞ്ഞു കുട്ടിയൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു കുതിര സംഭവമുണ്ട് അവിടെ, ഇങ്ങനെ സ്പ്രിങ് ആണ് അത്. അപ്പോൾ അതുണ്ട്. പിന്നെ അതിങ്ങനെ കറങ്ങുന്നൊരു ടൈപ്പ് സംഭവമുണ്ട്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ഈ ഒരു കറങ്ങുന്ന സംഭവം. ഇതിലാണ് കയറി നിന്നിട്ട് നമ്മൾ കറക്കിയിട്ടാൽ കയറിയാൽ നമ്മൾ ബാക്കിലോട്ട് ഇങ്ങനെ വലിക്കുക, ഭയങ്കര രസമാണ്. പിന്നെ ഇവിടെ കുറേ കുട്ടികളുണ്ട്. അപ്പോൾ അവരുടെ കൂടെ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ്. ബട്ട് ഞാനിങ്ങനെ ബാക്കിലോട്ട് പോകുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമില്ല, അതില്ലാതില്ല. അങ്ങനെ വീണ്ടും ഞാൻ ഊഞ്ഞാലാട്ടത്തിലോട്ട് അങ്ങ് പോയി. ഞാൻ ആടുന്ന നോക്കിയൊക്കെ ഇഷ്ടമായിട്ടോട്ട് പോകുന്നത്. അങ്ങനെയൊക്കെ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നിട്ട് ആടി. ഇങ്ങനെ സ്വിങ് ആടാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതിങ്ങനെ ആടി. പിന്നെ വീണ്ടും ഈ റൗണ്ടറിൽ ഇങ്ങനെ ഇരുന്നിട്ട് റൗണ്ടർ ആ ഒരു ഇതായിരുന്നു ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കും. പിന്നെ ഞാൻ പോയിട്ട് എനിക്കിങ്ങനെ വിശന്നു, വയറിങ്ങനെ മാടി വിളിച്ചു വാ. അപ്പോൾ വയറിന് എന്തെങ്കിലും കൊടുത്തില്ലെങ്കിൽ വയറ് സെറ്റാവില്ല. അതുകൊണ്ട് വിശപ്പിന് വേണ്ടിയിട്ട് നമ്മൾ സംഭവം ഓർഡർ ചെയ്യണം. വിശപ്പൊന്നുമില്ലെങ്കിലും കൊതി, അത് നമുക്ക് പണ്ടേ ഉണ്ടാവും. അതുകൊണ്ട് കൊതി ഉണ്ടത് ഇത് കണ്ടപ്പോൾ എനിക്കിങ്ങനെ കൊതിയാവും. അപ്പം ഞാൻ പറഞ്ഞു ഫുഡ് കഴിക്കാം എന്നിട്ട് ബാക്കി കളിക്കാൻ പറഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. കുറച്ച് സംഭവങ്ങളൊക്കെ ഞാൻ അങ്ങനെ ഓർഡർ കൊടുക്കാൻ എന്തൊക്കെയുണ്ട് മെനുവിൽ എന്നൊക്കെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ ഓർഡറൊക്കെ കൊടുത്തു. പിന്നെ ഞാൻ ഇത് മതി മറ്റേത് മറിച്ചത് മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയാണ്. അങ്ങനെ ഞാൻ കുറച്ച് നേരം പിന്നെ ഓർഡർ കൊടുത്തതിന് ശേഷം വീണ്ടും ഞാനിങ്ങനെ മെനു, എനിക്ക് സമയം പോക്കിന് ഞാൻ അങ്ങനെ മെനു വായിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ ഞാൻ അങ്ങനെ വെയിറ്റ് ചെയ്യാണ്. വേഗം വെച്ചോണ്ട് ഞാൻ പറയും എന്തത് വരാത്ത ഇത്ര ലേറ്റ് ആവണം എന്താണെന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുക കേട്ടോ. വെച്ചാൽ നമ്മൾ ലാസ്റ്റല്ലേ ഓർഡർ കൊടുത്തേന്ന് പറഞ്ഞേ. അങ്ങനെ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ആ ടൈമിൽ ഞാൻ ഓരോന്നും അരിച്ച് പെറുക്കി വായിക്കുന്നുണ്ട്. ബട്ട് ഇത് ഫുള്ള് മേടിക്കാനെന്നല്ല, എനിക്ക് സമയം പോക്കിന് ഇങ്ങനെ വായിച്ചിരിക്കുക, അത്രയേ ഉള്ളൂ. ഇങ്ങനെ വായിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് ഞാൻ. എനിക്ക് ഫുഡ് എത്താനായിട്ട് യാതൊരു സമാധാനവുമില്ല. അപ്പോൾ ഞാനിങ്ങനെ വരുന്നുണ്ട് എന്നുള്ള ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്, വന്നോന്ന്. അപ്പം ഞാൻ നിങ്ങൾക്ക് ഇവിടെയുള്ള മെനു കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. മെനു കാണിച്ചിരുന്നത് വെറുതെ എൻ്റെ ഒരു വട്ടാണ്, നിങ്ങളതിനെ സഹകരിക്കുക ഗൈസ്. ഇതൊക്കെയാണ് ക്ലബ് സാൻഡ്വിച്ചും ബർഗറും ലോഡ് ഓഫ് ഫ്രൈസും ഇങ്ങനെ കുറച്ച് ഷവർമയും ബ്രോസ്റ്റ് അങ്ങനത്തെ ഓരോ സംഭവങ്ങളാണ് നമ്മൾ കൊടുത്ത ഓർഡർ. ഗൈസ് അപ്പം നമ്മൾ കൊടുത്തിട്ടുള്ളത് കുറച്ച് സംഭവങ്ങളായിരുന്നു, കാരണം എനിക്കിപ്പോൾ ഇത്രയ്ക്ക് മതി, കാരണം ഞാൻ ഫുള്ള് കഴിക്കില്ല. അപ്പോൾ നമ്മൾ ഓർഡർ കൊടുത്തത് ലോഡർ ഫ്രൈസ്, ചിക്കൻ ലോഡർ ഫ്രൈസ് ആയിരുന്നു. പിന്നെ നമ്മൾ ചിക്കൻ മിനി ബർഗറും 2 എണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് കഴിക്കാൻ ആർത്തി കൂടി. അതുകൊണ്ട് തന്നെ ഞാൻ ലോഡർ ഫ്രൈസ് എടുത്തു. കാരണം ബർഗർ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തിന്നാൻ ലോഡർ ഫ്രൈസ് അങ്ങനെ അധികമൊന്നും കഴിക്കാറില്ല, അപ്പോഴൊക്കെ അല്ലേ. അപ്പോൾ ഞാനതെടുത്തിട്ട് കഴിച്ചു ഗൈസ്. ഇത് സത്യം പറയാമല്ലോ, ഈ ലോഡർ ഫ്രൈസ് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് എൻ്റെ മുഖം കാണുമ്പോൾ മനസ്സിലാവും ഗൈസ്. എൻ്റെ പൊന്നേ,
അത്രക്കും ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം ആ ഒരു മയോണീസും എല്ലാം കൂടെ ആ ഒരു ക്രീമി ടെക്സ്ചറിൽ വന്നപ്പോൾ ഞാൻ ടൊമാറ്റോസൊക്കെ കഴിക്കാൻ മറന്നു എങ്ങനെ ഇരുന്നിട്ട് കഴിക്കായിരുന്നു. പിന്നെ അമ്മച്ചി പറഞ്ഞാൽ ടൊമാറ്റോ ടോസ് കഴിക്കുന്ന, അങ്ങനെ പിന്നെ ടൊമാറ്റോ ടോസൊക്കെ അങ്ങോട്ട് കഴിച്ചു. പറയുമ്പോൾ വായി വെള്ളം വേണം, അത്രക്കും ടേസ്റ്റായിട്ട് ഗൈസ്. നിങ്ങൾ എന്തായാലും ബോക്ക ചിക്കനിൽ വന്നിട്ട് ചിക്കൻ ലോഡർ ഫ്രൈസ് ഒന്ന് കഴിച്ച് നോക്കണം കേട്ടോ ഗൈസ്, അത്രക്കും ടേസ്റ്റാണ്. പിന്നെ ടൊമാറ്റോ ടോസൊക്കെ പറഞ്ഞ് നമ്മളങ്ങനെ സെറ്റായിട്ട് അങ്ങോട്ട് കഴിച്ചു ഗൈസ്. പിന്നെ നമ്മൾ മിനി ബർഗറും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഫുൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ നമ്മളെല്ലാവരും കൂടി കഴിക്കുകയാണ്. പിന്നെ നമ്മൾ മിൻലൈം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മിൻലൈം കുടിക്കുകയാണ്. ഞാൻ പറഞ്ഞു മിൻലൈം മതി എന്ന്. അപ്പോൾ മിൻലൈം കുടിക്കുകയാണ് ഗൈസ്. അങ്ങനെ മിൻറ്റ് ലൈമൊക്കെ കുടിച്ചപ്പോൾ അതും ഒരു എനർജി തരുന്നുണ്ടായിരുന്നു കേട്ടോ. അത്രക്കും ഒരു എനർജിങ് ഫീലായിരുന്നു അത് കുടിച്ചപ്പം. പിന്നെ ഞാൻ മിനി ബർഗർ കഴിച്ച് നോക്കാൻ വിചാരിച്ചു, ചിക്കൻ മിനി ബർഗർ. അപ്പോൾ അത് കഴിക്കുകയാണ് ഗൈസ്. അതങ്ങോട്ട് പിടിച്ചിട്ട് ഞാൻ കഴിച്ച് നോക്കട്ടെ അതെങ്ങനെയുണ്ടെന്ന്. ഇതും എൻ്റെ മുഖം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ അങ്ങോട്ട് കടിച്ച് നോക്കി. എൻ്റെ വായ കൊള്ളുന്നില്ല. ആരെയും നോക്കുന്നുണ്ടോ എന്നാണ് ഈ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഞാൻ. എൻ്റെ പൊന്നോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതും സൂപ്പറായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഒരു ഏകദേശം ഒരു ഇരുട്ടായിട്ട് ബാങ്കൊക്കെ കൊടുത്ത് അപ്പോൾ പിന്നെ ഞങ്ങൾ പോയിട്ട് നിസ്കരിച്ച് കേട്ടോ. നമുക്ക് സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ അവിടെ നിസ്കാര റൂമുണ്ട്, ബോയ്സിന് പിന്നെ പള്ളിയിൽ പോകണം. അപ്പോൾ പിന്നെ ഞാനും മേഴ്സും കൂടി പോയിട്ട് നിസ്കാര റൂമിൽ പോയി നിസ്കരിച്ചിട്ട് പിന്നെയും ഇങ്ങോട്ട് വന്നതാട്ടോ. അപ്പോൾ ഇവിടെ ഇരുന്നിട്ട് വീണ്ടും ഞാൻ പാർക്കിലാണ് കളിക്കുന്നത്. അങ്ങനെ പാർക്കിൽ ഇങ്ങനെ കളിച്ചും കൊണ്ടിരിക്കുകയാണ്. വീണ്ടും ഞാൻ ഫുഡൊക്കെ കഴിച്ചതല്ലേ വലിയതൊന്നും വേണ്ട എന്നുള്ളതിൽ ഊഞ്ഞാലേ പോയിട്ട് മെല്ലെ ആടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മെല്ലെ ആടി. പിന്നെ ഞാൻ ഈ കറങ്ങുന്ന സാധനത്തിലോട്ട് കുറച്ചൊക്കെ എനർജി ആയിപ്പോൾ കൊണ്ട് വയറൊക്കെ ഒന്നിങ്ങനെ ഫുള്ളിൽ ഇങ്ങനെ പോയപ്പോൾ ഞാൻ ഒന്ന് കറങ്ങുന്ന സാധനം ഒന്ന് എനർജി കൂട്ടാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് കറക്കും. എന്നിട്ട് ഇവിടെ പിടിച്ചുമ്പോൾ നമ്മൾ ബാക്കിക്ക് പോയിട്ട് ഇതാണ് ഇതിൻ്റെ ഒരു ഇത് വെച്ച് പറയും തല കറങ്ങും. ഞാനാണെങ്കിൽ അത് കേൾക്കില്ല അങ്ങനെയാണേ. അങ്ങനെ അവസാനം ഞാൻ അതിൽ നിർത്താതെ ഇങ്ങനെ ലാസ്റ്റ് കിട്ടുന്ന ഇങ്ങനെ ബാലൻസ് വരും. പിന്നീട് വീണ്ടും ബാക്കിക്ക് പോകുമ്പോൾ അങ്ങനെ ഫൈനലി ഞാനതിങ്ങനെ പിടിച്ച് അങ്ങനെ പിടിച്ചിട്ട് നിർത്തി. പിന്നെ ഞാൻ അങ്ങോട്ട് ഇറങ്ങും. ഇവിടെ ദേ കുഞ്ഞി കുട്ടിയിട്ട് അവളെ ചാടിയിട്ടാണ് എല്ലാത്തിലും കയറുന്നത്. ഒരു കുട്ടിയാണ്. അപ്പോൾ ദേ അവളൊരു കുഞ്ഞു കുട്ടിയാണ്. അപ്പോൾ അത് ഞങ്ങൾ കാണിച്ചു തന്നതാണേ. പിന്നെ ഒരു എൻ്റെ കുട്ടീനെ നല്ല സ്പീഡ് പറക്കുന്ന പോലെ പറപ്പിച്ചിരിക്കുന്നുണ്ട്. അങ്ങനെ ഗായ്സ് ഞാനവിടെ കറങ്ങി എൻ്റെ ഉപ്പാട് ഇളകിയപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഞാൻ പറഞ്ഞു നമുക്ക് പോപ്കോൺ മേടിക്കാമെന്ന്. അങ്ങനെ പിന്നീട് ടൊമാറ്റോൻ്റെ ഫ്ലേവറിലുള്ള പോപ്കോൺ മേടിച്ചു കേട്ടോ. സത്യം പറയാമല്ലോ, ടൊമാറ്റോൻ്റെ ഫ്ലേവറിലുള്ള പോപ്കോൺ നല്ല ടേസ്റ്റാട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ടൊമാറ്റോ ഫ്ലേവറിലുള്ള പോപ്കോൺ ട്രൈ ചെയ്യണത്. നല്ല ടേസ്റ്റാട്ടോ. സെയിം സാധനമാണ്. എനിക്ക് ഇവിടുന്ന് 50 റുപ്പീസ് ആട്ടോ അതിനായത്, 50 രൂപ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അങ്ങനെ പോപ്കോൺ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ. പോപ്കോൺ എടുക്കേണ്ട, ഞാനിപ്പോൾ ആരാല്ലേ മുകളിൽ. അങ്ങനെ ഞാൻ പോയിട്ട് എൻ്റെ ഇഷ്ടത്തിന് പോയിട്ട് പോപ്കോൺ മേടിച്ചുകൊണ്ട് വരികയാണ്. അതിൻ്റെ ഇടയിൽ ഒരു കാറ് പോയി. അപ്പോൾ എന്നെ മറിഞ്ഞു കാറ്. ഓക്കെ കുഴപ്പമില്ല സാരമില്ല. അങ്ങനെ പോപ്കോണും കൊണ്ട് വന്നിട്ട് ഞാൻ അവിടെ നിന്ന് ഒരു ടേസ്റ്റിനൊക്കെ എടുത്ത് തിന്നുന്നുണ്ട്. ബാക്കി പൈസ തരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടേ. അങ്ങനെ പിന്നെ ഞാനിതേ വലിയൊരാളായിട്ട് ഇങ്ങോട്ട് വരുന്ന ഞാനൊരു മോൾ നെൽച്ചി എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ വന്നിട്ട് പോപ്കോണൊക്കെ കഴിച്ചു, മെസ്സിക്കൊക്കെ കൊടുത്തു. നല്ല ടേസ്റ്റുള്ള പോപ്കോണായിരുന്നു. അങ്ങനെ ഞാനും പോപ്കോൺ കഴിച്ചു. പിന്നെ നമ്മൾ കുറച്ച് നേരം കൂടെ അവിടേക്ക് കളിച്ചിരുന്നു. പിന്നെ ഞാൻ പോകുന്ന വഴിക്ക് ഞങ്ങൾ ഒരു ഹോട്ടലിൽ കയറി. നല്ല പെരുമഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പാൻറ്റ് പൊക്കി പിടിച്ചിട്ട് വരികയാണ്. അപ്പോൾ നമ്മൾ ഹോട്ടലിൽ കയറി. ഇവിടെ ഷവായക്കൂട്ടനിങ്ങനെ കറങ്ങുന്നുണ്ട് കേട്ടോ. പിന്നെ അൽഫാമുട്ടനും അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തത് ഒരു പീസ് ഷവായും ഒരു പീസ് അൽഫാമുമാണ്. കാരണം രണ്ടിൻ്റെ ടേസ്റ്റ് അറിയണമല്ലോ.
പിന്നെ കുബൂസും പിന്നെ ഉറുമാൽ റൊട്ടിയും മേടിച്ചു. ഈ ഉറുമാൽ റൊട്ടി ഞാൻ ആദ്യമായിട്ട് തിന്നാം കേട്ടോ. മെസ്സി മേടിച്ചതാണ്, മെസ്സിക്ക് ഉറുമാൽ റൊട്ടി ഇഷ്ടമാണ്. അപ്പോൾ ഞാനും മേടിച്ച് കഴിച്ച് നോക്കുകയാണ്. ഇത് നമ്മുടെ ഷവായിക്കുട്ടൻ, ഇത് നമ്മുടെ അൽഫാം കുട്ടനാണ്. കൂടെ നമ്മുടെ മയോണൈസും പിന്നെ ഗ്രീൻ ചട്നി അതും ഉണ്ടായിരുന്നു. പിന്നെ സാലഡൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പിന്നെ അത് നമ്മളെ വികാരമായ കുബൂസും പിന്നെ ഞാൻ പറഞ്ഞു അൽഫാമിൻ്റെ ഒരു ചെറിയ പീസും ഓക്കെ ഷവായുടെ ഒരു ചെറിയ പീസും ഞാൻ തരാൻ പറഞ്ഞു. കാരണം ടേസ്റ്റ് രണ്ടിൻ്റെ അറിയണമല്ലോ. അപ്പോൾ ഞാൻ ചെറിയ പീസ് കാരണം എൻ്റെ വേറെ സ്ഥലമില്ല. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഫുഡൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അൽഫാമും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഷവായി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കറിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ കഴിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് അടിച്ചു പൊട്ടിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗായ്സ്. ബൈ ബൈ. അസ്സലാമു അലൈക്കും. Thanks for watching. Don't forget to subscribe.